ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ നമുക്ക് TSC എന്ന് നമുക്ക് ഷോർട്ടായിട്ട് പറയാൻ പറ്റും. ഈ ഒരു സംഘടന രൂപീകരിക്കാനുള്ള എയിം എന്ന് പറയുന്നത് എന്താണ്? ന്യൂനപക്ഷ അവകാശത്തോട് കൂടിയിട്ടുള്ള ഉത്തരവാദ ഭരണം തിരുവിതാംകൂറിൽ വേണമെന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. അപ്പം ഇത് ഫോം ചെയ്യുന്നത് 1938 ഫെബ്രുവരി 23 തിരുവനന്തപുരത്ത് പുളിമൂട്ടിൽ വെച്ചിട്ടാണ്. അപ്പം ഇതിൻ്റെ എയിം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുവിതാംകൂറിൽ എന്താണ്, ദിവാൻ്റെ ഭരണമായിരുന്നല്ലേ. അപ്പം ആ ദിവാൻ്റെ ഭരണം മാറ്റിയിട്ട് എന്താണ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് വേണം. അതെങ്ങനെ വേണം? വോട്ടവകാശത്തിലൂടെ വേണം ആ ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ എന്താണ്, ന്യൂനപക്ഷ സംരക്ഷണവും വേണം. ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. അപ്പോൾ നമുക്ക് ലക്ഷ്യം ഷോർട്ടായിട്ട് പറയാനാണെങ്കിൽ ന്യൂനപക്ഷ അവകാശത്തോട് കൂടിയിട്ടുള്ള ഉത്തരവാദ ഭരണം തിരുവിതാംകൂറിൽ വേണം. അതിനു വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള സംഘടനയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇനി ഈ രൂപീകരണ സമയത്ത് അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് CV കുഞ്ഞിരാമനാണ്. ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് പട്ടം താണുപിള്ളയാണ്. ഇനി ഫസ്റ്റ് സെക്രട്ടറിയെ നോക്കുകയാണെങ്കിൽ അത് PC നടരാജപിള്ള, അതുപോലെ തന്നെ KT തോമസ് ആണ്. ആദ്യ ട്രഷറർ എന്ന് പറയുന്നത് MR മാധവ വാര്യരാണ്. ഇത്രയാണ് നമ്മുടെ രൂപീകരണ സമയത്തുള്ള ഡാറ്റകൾ. ഈ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് CV കുഞ്ഞിരാമനാണെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്താണ്, താൽക്കാലികമായിട്ടാണ് അധ്യക്ഷനായത്. പിന്നീട് പട്ടം താണുപിള്ള അധ്യക്ഷത ഏറ്റെടുക്കുകയാണ്, അതായത് പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിന് എതിരെ വന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഏതെന്ന് പറയുന്നത് തിരുവിതാംകൂർ നാഷണൽ കോൺഗ്രസ്. അതായത് ഈ ഒരു തിരുവിതാംകൂറിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് എന്താണ്, അവിടെ ഒരു ഉത്തരവാദ ഭരണം വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ TSC രൂപീകരിക്കുന്നത് ദിവാനെതിരെ. അപ്പം ദിവാൻ അത് കണ്ടിട്ട് വെറുതെ ഇരിക്കില്ലല്ലോ. അപ്പോൾ നമ്മുടെ ദിവാൻ എന്ത് ചെയ്തു? ആ സമയത്തുള്ള ദിവാനാണ് സർ CP രാമസ്വാമി അയ്യർ. ആ സർ CP രാമസ്വാമി അയ്യർ രൂപീകരിച്ചിട്ടുള്ള സംഘടനയാണ് തിരുവിതാംകൂർ നാഷണൽ കോൺഗ്രസ്. ഇനി നമ്മൾ ഈ ഒരു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിലെ വനിതകളെയാണ് പരിചയപ്പെടുന്നത്. ഇതിലെ ആദ്യ വർക്കിംഗ് കമ്മിറ്റിയിലെ മെമ്പറായിട്ടുള്ള വനിത എന്ന് പറയുന്നത് ആനി മസ്ക്രീനാണ്. അതായത് TSCയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ മെമ്പറായിട്ടുള്ള ആദ്യ വനിത ആനി മസ്ക്രീനാണ്. ഇനി TSCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ വനിത ചോദിക്കുകയാണെങ്കിൽ അത് അക്കാമ ചെറിയാനാണ്. ഇനി ഈ ഒരു TSCയുടെ ഉപഘടകമാണ് ഇത് യൂത്ത് ലീഗ് എന്ന് പറയുന്നത്. നമ്മൾ TSCയായിട്ട് ബന്ധപ്പെട്ട ഇനി കുറച്ച് നേതാക്കളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. C കേശവൻ, PK കുഞ്ഞ്, TM വർഗീസ്, AJ ജോൺ, ഇവരൊക്കെ എന്താണ്, ഇതിലെ പ്രവർത്തകരാണ്. ഇനി നമ്മൾ TSCയുടെ ആദ്യ വാർഷിക സമ്മേളന വേദി ഏതാണെന്ന് നോക്കുന്നുണ്ട്. അത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലാണ്. 1938 ഡിസംബറിലാണ് ഈ വാർഷിക സമ്മേളനം നടക്കുന്നത്. അത് ഡിസംബറിലായിരിക്കുമല്ലോ ഒരു കൊല്ലം അവസാനിക്കുന്നത്. അപ്പം വാർഷിക സമ്മേളനം എന്തായിരിക്കും? ഡിസംബറിലായിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ശ്രമഫലമായിട്ട് എന്താണ്, തിരുവിതാംകൂറിൽ അങ്ങനെ ആദ്യമായിട്ട് എന്താണ്, ജനകീയ മന്ത്രിസഭ അധികാരത്തിൽ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ജനകീയ മന്ത്രിസഭ അധികാരം ഏറ്റെടുക്കുന്നത് 1948 മാർച്ച് 24 ഇനി നമ്മൾ തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രിമാരെയാണ് നോക്കുന്നത്. ഒന്നാമത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പട്ടം താണുപിള്ളയാണ്. രണ്ടാമതായിട്ട് പറവൂർ TK നാരായണ പിള്ള വരികയാണ്. പിന്നീട് എന്താണ്, 1949 ആകുമ്പോഴേക്ക്, ഡേറ്റ് പറയുകയാണെങ്കിൽ 1949 ജൂലൈ 1 ആകുമ്പോഴേക്ക് തിരുവിതാംകൂറും കൊച്ചിയും കൂടി ലയിച്ചിട്ട് എന്താണ്, തിരുക്കൊച്ചി എന്നുള്ള ഒരു സംസ്ഥാനം രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 5 പേരാണുള്ളത്. ഒന്നാമത്തത് പറവൂർ TK നാരായണ പിള്ള, രണ്ടാമത്തത് C കേശവൻ, മൂന്നാമത്തത് AJ ജോൺ, നാലാമത്തത് പട്ടം താണുപിള്ള, അവസാനമായിട്ട് പനമ്പള്ളി ഗോവിന്ദമേനോൻ. ഇവരാണ് തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിമാർ. ഇനി നമ്മൾ ആദ്യ രാജപ്രമുഖിനെ പരിചയപ്പെടുന്നുണ്ട്. തിരുക്കൊച്ചി വന്ന സമയത്ത് വന്ന ഒരു പദവിയാണ് രാജപ്രമുഖ്. അപ്പം ആദ്യ രാജപ്രമുഖ് എന്ന് പറയുന്നത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇനി നമ്മൾ തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികളെ പരിചയപ്പെടുന്നുണ്ട്. അതാരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പട്ടം താണുപിള്ള, TM വർഗീസ്, C കേശവൻ, ഇവരൊക്കെയാണ് തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്. അടുത്തതായിട്ട് നമ്മൾ സർ CP രാമസ്വാമി അയ്യരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് തന്നെ രൂപീകരിക്കാൻ കാരണം ഈ ദിവാൻ്റെ ഭരണത്തിന് എതിരെയാണ്. അതായത് ദിവാൻ്റെ ഭരണം വേണ്ട, മറിച്ച് എന്താണ്, ഞങ്ങൾക്ക് ഉത്തരവാദ ഭരണമാണ് വേണ്ടത് എന്നുള്ളൊരു എയിമാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പം ആ ഒരു ദിവാനാണ് ആരാണ്, സർ CP രാമസ്വാമി അയ്യർ. ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്താണ്,
ഇദ്ദേഹത്തിൻ്റെ ദിവാൻ ഭരണകാലം എന്ന് പറയുന്നത് 1936 മുതൽ 1947 വരെയാണ്, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ. പക്ഷേ ഇദ്ദേഹം എന്താണ്, ദിവാനായിട്ടല്ല ഈ ഒരു ഭരണത്തിൽ വരുന്നത്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ഇദ്ദേഹം ദിവാനാവുന്നതിന് മുമ്പ്. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1931 മുതൽ 1936 വരെ. ശേഷമാണ് ഇദ്ദേഹം 36-ന് ദിവാനായിട്ട് വരുന്നത്. ഈ TSCയെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിനെയും നിരോധിച്ച ദിവാൻ ആരാണെന്ന് ചോദിച്ചാലും അതും സർ CP രാമസ്വാമി അയ്യറാണ്. TFCയുടെ ഒരു ഉപഘടകമാണ് യൂത്ത് ലീഗ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ TFC എന്താണ്, സർ CPയുടെ തെറ്റായ നികുതി നയത്തെയൊക്കെ ചോദ്യം ചെയ്ത് കുറേ പ്രക്ഷോഭങ്ങളൊക്കെ നയിച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം, അതായത് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം സാധ്യമാക്കിയിട്ടുള്ള ദിവാനെ നോക്കുകയാണെങ്കിൽ അതും നമ്മുടെ സർ CP രാമസ്വാമി അയ്യറാണ്. 1936 നവംബർ 12-നായിരുന്നു ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായിരുന്നത്. ഇതിനു വേണ്ടിയിട്ട് എന്താണ്, ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരം നടത്താൻ വേണ്ടിയിട്ട് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ ഇൻഫ്ലുവൻസ് ചെയ്തതാരാണ്, നമ്മുടെ സർ CP രാമസ്വാമി അയ്യരാണ്. ഇനി നമ്മൾ തിരുവിതാംകൂർ സർവകലാശാലയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമാവുന്നത് 1936-ലാണ്. ഇദ്ദേഹം ദിവാനായ ആ ഒരു സമയത്ത് തന്നെ. അതിൻ്റെ ആദ്യ ചാൻസലർ എന്ന് പറയുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയും ആദ്യ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് സർ CP ആണ്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയും അതുപോലെ തന്നെ ഇന്ത്യയിലെ 16ാമത്തെ യൂണിവേഴ്സിറ്റിയുമാണ് നമ്മുടെ ഈ ഒരു തിരുവിതാംകൂർ സർവകലാശാല എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. അതായത് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു നമ്മുടെ സർ CP രാമസ്വാമി. ഇനി നമ്മളെ തിരുവിതാംകൂർ സർവകലാശാലയെ നോക്കുകയാണെങ്കിൽ അത് കേരള സർവകലാശാലയാവുന്നത് 1957-ലാണ്. അടുത്ത ഫാക്റ്റിലേക്ക് വരികയാണെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അണ്ണാമല യൂണിവേഴ്സിറ്റി, ഇവിടുത്തെയൊക്കെ വൈസ് ചാൻസലറായിട്ട് സർ CP സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഇനി 1947 ജൂലൈ 25 വരികയാണെങ്കിൽ എന്താണ്, ആ സമയത്ത് ട്രാവൻകൂർ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനായിട്ടുള്ള KCS മാണി എന്ത് ചെയ്യുകയാണ്, അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വധിക്കാൻ ശ്രമിക്കുന്നത് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ വെച്ചിട്ടാണ്. അദ്ദേഹം സംഗീതം ആസ്വദിക്കുന്ന സമയത്ത് ഇങ്ങനെ വധിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ ഒരു സ്വാതി തിരുനാൾ സംഗീത കോളേജിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് സ്ഥാപിച്ചത്. അങ്ങനെ അദ്ദേഹം ഈ ഒരു വധശ്രമത്തിന് ശേഷം എന്താണ്, അദ്ദേഹം ശരിക്കും പേടിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പദവി ഉപേക്ഷിച്ച് 1947 ജൂലൈ 19 പദവി ഉപേക്ഷിച്ചിട്ട് എന്താണ്, മദ്രാസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്.